ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇൻഡിഫറൻസ് പോയിന്റിനെ പറ്റിയിട്ടാണ്. പ്രീവിയസ് ഇയറിൽ ഒരു വട്ടമല്ല ഒന്ന് രണ്ട് വട്ടം എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിൽ അത്യാവശ്യം നല്ല ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ഇവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്, ഫിനാൻസ് ഇൻഡിഫറൻസ് പോയിന്റിനെ പറ്റിയിട്ട്. അപ്പോൾ 10 ലക്ഷം രൂപയുടെ ഫണ്ട് ബിസിനസ്സിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്, ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 10 ലക്ഷം രൂപയുടെ ഫണ്ടിന്റെ റിക്വയർമെന്റ്സ് ഉണ്ട്. ഓക്കെ, 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫോർ 10 lakh rupees, 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അല്ലെ? പ്ലാൻ എ ആൻഡ് പ്ലാൻ ബി. ഓക്കെ, പ്ലാൻ എ ആൻഡ് പ്ലാൻ ബി. പ്ലാൻ എ എന്താ പറയുന്നത്? നിങ്ങൾക്ക് 10 ലക്ഷം രൂപയല്ലേ ആവശ്യം. പ്ലാൻ എ പറയുന്നത് 40% ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തോളൂ ആൻഡ് ബാലൻസ് എമൗണ്ട് ഡെപ്റ്റ് ഇഷ്യൂ. വിച്ച് മീൻസ് 40% എന്ന് പറയുമ്പോൾ 4 ലക്ഷം രൂപയല്ല വരാം. 4 ലക്ഷം രൂപ കിട്ടാൻ വേണ്ടിയിട്ട് ഇക്വിറ്റി ഷെയർ എന്ത് ചെയ്തോളൂ, ഇഷ്യൂ ചെയ്തോളൂ. 4 ലക്ഷം രൂപ കിട്ടാൻ വേണ്ടിയിട്ട് 4 lakh rupeesന് വേണ്ടിയിട്ട് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തോളൂ. ഓക്കെ അല്ലേ? പിന്നെ ബാലൻസ് എമൗണ്ടിന് വേണ്ടിയിട്ടോ ഡെപ്റ്റ് റേസ് ചെയ്തോളൂ. ബാലൻസ് എത്ര ഉണ്ടാവും? 10 ലക്ഷം രൂപയിലെ പ്ലാൻ എ പറയുന്നു 40% ഇക്വിറ്റി ഷെയറും ബാക്കിയുള്ളത് 60% അല്ലേ? അപ്പൊ 6 lakh. 6 lakh 10% ഡെപ്റ്റും ആണ്. 10% ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ 6 ലക്ഷത്തിന്റെ മേലെ 10% ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി പ്ലാൻ ബി എന്താ പറയുന്നത്? പ്ലാൻ എനെ പറ്റി പറഞ്ഞു, പ്ലാൻ ബി എന്താ പറയുന്നത്? ഓക്കെ, 30% ഇക്വിറ്റി, 60% ഡെപ്റ്റ്, ബാക്കി പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രിഫറൻസ് ഷെയർ അല്ലേ? അപ്പോ നോക്കാം, 10 ലക്ഷത്തിന്റെ 30% 3 ലക്ഷം രൂപയല്ലേ? 3 ലക്ഷം രൂപയ്ക്ക് ഇക്വിറ്റി. ഓക്കെ, 60% എന്ന് പറയുമ്പോൾ 6 ലക്ഷം. 60% ആണോ? യെസ്, 60% തന്നെ. 60%ന് ഡെപ്റ്റ്. 60%, 10 ലക്ഷം രൂപയില് 60%ത്തിന് ഡെപ്റ്റ്. അപ്പൊ 6 ലക്ഷം രൂപ എന്ത് ചെയ്യുക? 6 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഡിബഞ്ചർ എത്ര പെർസെന്റേജ്? 10% ഡെപ്റ്റ് ഇഷ്യൂ ചെയ്തോളൂ. ഡെപ്റ്റ് എന്നാട്ടോ പറയുന്നത്. ഡെപ്റ്റ് എന്തോ ആവാം, ഡിബഞ്ചർ തന്നെ ആവണമെന്നില്ല. ഓക്കെ, എന്തായാലും ഡെപ്റ്റ് ആണ്, 10% ആണ്. ഓക്കെ, അതും 60%. വിച്ച് മീൻസ് ടോട്ടൽ ക്യാപിറ്റൽ ആയിട്ട് വേണ്ടത്, ഫണ്ടായിട്ട് വേണ്ടത് 10 ലക്ഷം രൂപ, അതിൽ 60% ഡെപ്റ്റ്. ബാലൻസ് എമൗണ്ട് ഉണ്ടല്ലോ, 1 ലക്ഷം രൂപ ഉണ്ടല്ലോ. ഈ 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തോളൂ? 15% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ. അങ്ങനെ പ്ലാൻ എയും ഉണ്ട്, പ്ലാൻ ബിയും ഉണ്ട്. നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ആദ്യം കണ്ടുപിടിക്കാനുള്ളത് ഇൻഡിഫറൻസ് പോയിന്റ്, പിന്നെ ഫിനാൻസ് ബ്രേക്ക് ഇവൻ പോയിന്റിനെ പറ്റിയിട്ട് പറയാനുണ്ട്. ഓക്കെ, എന്താ വെച്ചാൽ നോക്കാം. ഫിനാൻസ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല, ഐ മീൻ ക്ലാസ് ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല, പക്ഷെ ഇതിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം എല്ലാവരും. അപ്പോ ശ്രദ്ധിക്കാം, പ്ലാൻ എ ഉണ്ട്, പ്ലാൻ ബി ഉണ്ട്. ഇൻഡിഫറൻസ് പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് എന്താ ഇൻഡിഫറൻസ് പോയിന്റിന്റെ കോൺസെപ്റ്റ്? പ്ലാൻ എ ഓപ്റ്റ് ചെയ്താലും പ്ലാൻ ബി ഓപ്റ്റ് ചെയ്താലും, പ്ലാൻ എ ഓപ്റ്റ് ചെയ്താലും പ്ലാൻ ബി ഓപ്റ്റ് ചെയ്താലും EPS ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ, എത്രയാണ് EBIT വേണ്ടതെന്നല്ലേ? EPS പ്ലാൻ എയിലും പ്ലാൻ ബിയിലും, അതായത് ഏത് ഓപ്റ്റ് ചെയ്യുമ്പോഴാണോ EPS കൂടുന്നത് അതാണ് നമ്മൾ ആ ഡിസിഷൻ എടുക്കുക. ബട്ട് ഫിനാൻസ് ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് പ്ലാൻ എ ഓപ്റ്റ് ചെയ്താലും പ്ലാൻ ബി ഓപ്റ്റ് ചെയ്താലും EPS സെയിം കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രയാണ് EBIT വേണ്ടതെന്നല്ലേ? അപ്പൊ EBIT ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ഫോർമുല ഓർക്കുന്നുണ്ടോ? EPS കാണാൻ വേണ്ടിയുള്ള ഫോർമുല EBIT മൈനസ് ഇൻട്രസ്റ്റ് into 1 minus T for tax, അല്ലെ? ടാക്സ് മൈനസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർ. ഇവിടെയും സെയിം തന്നെ, EBIT മൈനസ് ഇൻട്രസ്റ്റ് into 1 minus ടാക്സ് in മൈനസ് പ്രിഫറൻസ്, പക്കല്ലേ? ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർ. അപ്പൊ എന്തൊക്കെ കണ്ടുപിടിക്കണം? ടാക്സ് റേറ്റ് എത്രയാ ക്വസ്റ്റ്യനില്? ഓക്കെ, 25% ആണ് ടാക്സ് റേറ്റ്. കാണുന്നുണ്ടോ? 25% ആണ് ടാക്സ് റേറ്റ്. ഓക്കെ, പ്രിഫറൻസ് ഡിവിഡൻഡ് കണ്ടുപിടിക്കണം. ഇവിടെ ഇല്ല പ്രിഫറൻസ് ഡിവിഡൻഡ്, ബട്ട് ഇവിടെ ഉണ്ട് പ്രിഫറൻസ് ഡിവിഡൻഡ്. നമ്പർ ഓഫ് ഷെയർ കണ്ടുപിടിക്കണം അല്ലേ? അത് ആദ്യം നോക്കാം. നമ്പർ ഓഫ് ഷെയർ, പ്ലാൻ എയുടെയും പ്ലാൻ ബിയുടെയും നമ്പർ ഓഫ് ഷെയർ.
ആദ്യം പ്ലാൻ എ ഞാൻ ചെയ്യാണ്. പ്ലാൻ എയില് ഇക്വിറ്റി ഷെയർ അല്ലെങ്കിൽ ഇക്വിറ്റി ആയിട്ട് എത്ര ഫണ്ട് വേണം? 4 ലാക്ക് ഫണ്ട് വേണം അല്ലേ? 4 ലാക്ക് ഫണ്ട് വേണം. ഇക്വിറ്റി ആയിട്ട് 4 ലാക്ക് ഫണ്ട് വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും നമ്പർ ഓഫ് ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടത്? 4 ലക്ഷം രൂപ പൈസയ്ക്ക് വേണ്ടിയിട്ട്, 4 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് എത്ര ഷെയർസ്, ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യണം? എത്ര നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യണം അല്ലേ? 4 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് എത്രയാണ് ഇഷ്യൂ പ്രൈസ് ഇവിടെ പറയുന്നത്? എന്തെങ്കിലും പറയുന്നുണ്ട് ക്വസ്റ്റ്യനില്? യെസ്, ഇവിടെ നന്നായി ശ്രദ്ധിച്ച്. ഇക്വിറ്റി ഷെയറിന്റെ ഫേസ് വാല്യൂ 10. ഫേസ് വാല്യൂ 10 വിൽ ബി ഇഷ്യൂഡ് അറ്റ് പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത് 110%. അതിന്റെ അർത്ഥം 10 ഫേസ് വാല്യൂ, ഇഷ്യൂ പ്രൈസ് 11 എത്രയായിരിക്കും ഇഷ്യൂ പ്രൈസ്? 10 രൂപ പ്ലസ് പ്രീമിയം 110%. അതാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രീമിയം എന്ന് പറയുന്നത് 110%. അപ്പൊ എന്ത് ചെയ്യണം? 110% ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുന്നത് ഇഷ്യൂ പ്രൈസ് എത്രയായിരിക്കും? 21 രൂപയായിരിക്കും. അപ്പൊ നമ്മൾ ഒരു ഷെയർ വിൽക്കുന്നത് 21 രൂപയ്ക്കാണ്. നമുക്ക് എത്ര രൂപ വേണം? ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് എത്ര രൂപ കിട്ടണം? 4 ലക്ഷം രൂപ വേണം. 4 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ എത്ര ഷെയർ ഇഷ്യൂ ചെയ്യണമെന്നല്ലേ? നന്നായി ശ്രദ്ധിക്കട്ടോ. നിങ്ങൾ ഇഷ്യൂ പ്രൈസ് 21 രൂപയാണ്. ഒരു ഷെയർ വിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 21 രൂപ കിട്ടുന്നുണ്ടോ? ദ ആൻസർ ഈസ് നോ. 21 രൂപ കിട്ടുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഇവിടെ നോക്കിയേ, ഫ്ലോട്ടേഷൻ കോസ്റ്റ് 1 രൂപ പോകുന്നുണ്ട്. ഒരു ഷെയറും 1 രൂപ പോകുന്നുണ്ട്. അപ്പൊ എത്ര രൂപ കൈ കിട്ടുള്ളൂ? കൈ കിട്ടുന്ന അമൗണ്ടിനെയാണ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയാം. എത്ര രൂപയാണ്? അതായത് ലെസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്, ബ്രോക്കറേജ് അല്ലെ? ബ്രോക്കറേജ് 1 രൂപ പോയി കഴിഞ്ഞാൽ 20 രൂപ കിട്ടുള്ളൂ. അതായത് ഒരു ഷെയർ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, ഒരു ഷെയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 20 രൂപ കമ്പനിക്ക് ഫണ്ടായിട്ട് കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഒരു ഷെയർ കൊടുത്താൽ 20 രൂപ കിട്ടും. ഒരു ഷെയർ കൊടുത്താൽ 20 രൂപ കിട്ടും. പക്കയല്ലേ? NP പക്കയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഷെയർ നിങ്ങൾക്ക് എത്ര രൂപ വേണം? 4 ലക്ഷം രൂപ വേണം. വേണ്ടേ? ഡിവൈഡഡ് ബൈ ഒരു ഷെയർ ഇഷ്യൂ ചെയ്താൽ എത്ര രൂപ കിട്ടും? 20 രൂപ കിട്ടും. ശരിക്കും ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് 21 ആണ്. പക്ഷെ അതിൽ നിന്ന് 1 രൂപ ഫ്ലോട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കുകയാണെങ്കിലാണ് 20 രൂപ കിട്ടുക. അതായത് 21 രൂപയ്ക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് കിട്ടുന്നത് ഫ്ലോട്ടേഷൻ കോസ്റ്റ്, ബ്രോക്കറേജ് കുറച്ചിട്ട് ബാക്കി 20 രൂപ കമ്പനിയുടെ കയ്യിൽ കിട്ടുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 ലക്ഷം രൂപ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര രൂപ ഇഷ്യൂ ചെയ്യേണ്ടി വരും? എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ടി വരും? 4 ലക്ഷം ഡിവൈഡ് ബൈ 20 എത്ര ഷെയർസാ? 4 ലക്ഷം ഡിവൈഡ് ബൈ 20 20,000 ഷെയർസ്, 20,000 ഷെയർസ്. പക്കയല്ലേ? 4 ലക്ഷം ഡിവൈഡ് ബൈ 20 20,000. ഇനി പ്ലാൻ ബി സെയിം അല്ലേ? വ്യത്യാസമൊന്നുമില്ലല്ലോ. വ്യത്യാസമുണ്ട്. എന്താ? ഇക്വിറ്റി ആയിട്ട് റേസ് ചെയ്യുന്നത് 3 ലക്ഷം രൂപയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് ഇവിടെ നമ്പർ ഓഫ് ഷെയർസ് ആയിട്ട് വരാം? 3 ലക്ഷം ഡിവൈഡ് ബൈ 20 അല്ലേ? ഇവിടെയും സെയിം തന്നെ അല്ലേ? എത്രയാണ് 3 ലക്ഷം ഡിവൈഡ് ബൈ 20 വരുന്നത്? 15,000 ഷെയർസ്. 15,000 ഷെയർസ്. എന്തെങ്കിലും സംശയമുണ്ടോ? പക്കല്ലേ? പെർഫെക്റ്റ് അല്ലേ? അതായത് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഇതൊന്നും ഫോർമുല പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ലോജിക് ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ പറയണം. നമ്പർ ഓഫ് ഷെയർ എത്ര ഇഷ്യൂ ചെയ്യണം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. കമ്പനിക്ക് വേണ്ടത് പ്ലാൻ എയിൽ 4 ലക്ഷം ഇക്വിറ്റിയും പ്ലാൻ ബിയിൽ 3 ലക്ഷം ഇക്വിറ്റിയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഷെയർ ഇഷ്യൂ ചെയ്ത കമ്പനിക്ക് കിട്ടുന്നത് 20 രൂപയാണ്. അല്ലാതെ 21 രൂപ ഫുൾ ആയിട്ട് കിട്ടുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ഷെയർ ഇഷ്യൂ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? ജില്ലല്ലേ? ഇനി എന്തറിയണം? ഇൻട്രസ്റ്റ് അറിയുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. ഇൻട്രസ്റ്റിനെ പറ്റിയിട്ട് ഇവിടെ ഡിബഞ്ചറിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? എക്സ്ട്രാ പോയിന്റ് ഒന്നും സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയാണ് ഇറക്കുന്നത്? എത്ര ഇൻട്രസ്റ്റ് ഇറക്കുന്നത്? ഇവിടെ ഇൻട്രസ്റ്റ് എത്രയാ? ഇവിടെ ഇൻട്രസ്റ്റ് പ്ലാൻ എയില് 6 ലക്ഷത്തിന്റെ എത്ര ശതമാനമാണ്? 10%. അപ്പൊ ഇൻട്രസ്റ്റ് എത്ര വരുന്നുണ്ട്? ഇവിടെ 60,000 വരുന്നുണ്ട്. ഇവിടെയും സെയിം ആണ്. 6 ലക്ഷത്തിന്റെ ഇൻട്രസ്റ്റ് എത്ര വരുന്നുണ്ട്? 6 ലക്ഷത്തിന്റെ. ഇവിടെ 6 ലക്ഷം റേസ് ചെയ്യുന്നത് 10% ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഇവിടെയും 60,000. പെർഫെക്റ്റ് അല്ലേ? സെറ്റ്. പിന്നെ ഇവിടെ പ്രിഫറൻസ് ഡിവിഡന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഇവിടെ പ്രിഫറൻസ് ഡിവിഡന്റ് പ്ലാൻ ബിയുടെ കേസാണ് കേട്ടോ. നോക്കിയേ, പ്ലാൻ ബിയിൽ പ്രിഫറൻസ് ഡിവിഡന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അപ്പൊ പല കുട്ടികളും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്നറിയോ? പ്രിഫറൻസ് ഡിവിഡന്റും ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്ത് പോലെ കമ്പ്യൂട്ട് ചെയ്യും. നോക്കിയേ, ഇവിടെ പ്രിഫറൻസ് ഷെയർ എത്രയാണ്?
1 ലക്ഷം അല്ലേ പ്രിഫറൻസ് ഷെയർ? 1 ലക്ഷത്തിന്റെ 15% 15,000 ആണ് പ്രിഫറൻസ് ഡിവിഡന്റ്. 1 ലക്ഷം രൂപയുടെ അല്ലെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആയിട്ട് വേണ്ടത്. 1 ലക്ഷം രൂപയുടെ ഫണ്ടിന് വേണ്ടിയിട്ട് പ്രിഫറൻസ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ബിസിനസ് ചെയ്യാൻ വേണ്ടി 1 ലക്ഷം രൂപ ആവശ്യമുണ്ട്. 1 ലക്ഷത്തിന് വേണ്ടിയിട്ട് പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ 1 ലക്ഷത്തിന്റെ 15% 15,000 എഴുതും, തെറ്റാണ്. ഇതല്ല പ്രിഫറൻസ് ഡിവിഡന്റ്. പ്രിഫറൻസ് ഡിവിഡന്റ് 1 ലക്ഷത്തിന്റെ മേലെ 15% അല്ല. പ്രിഫറൻസ് ഡിവിഡന്റ് ഫേസ് വാല്യൂവിന്റെ മേലെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. കാരണം ഇവിടെ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണെന്നും പറയുന്നുണ്ട്. പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ഫേസ് വാല്യൂ 100 രൂപ. ശ്രദ്ധിക്കുക, ഫേസ് വാല്യൂ 100 രൂപ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ട്. യെസ്, പ്രൊസീജിയേഴ്സ് എന്തൊക്കെയോ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പ്രിഫറൻസ് ഡിവിഡന്റ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഫേസ് വാല്യൂവിന്റെ മേലെ 15% ഫേസ് വാല്യൂ 100 രൂപ എന്നറിയില്ലേ? 15% എന്ന് പറയുമ്പോൾ എത്ര രൂപ വരും? 15 രൂപ അല്ലേ പെർ ഷെയർ പ്രിഫറൻസ് ഡിവിഡന്റ് പെർ ഷെയർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ പ്രിഫറൻസ് ഡിവിഡന്റ് എങ്ങനെ കാണാം? ഒരു ഷെയറിന്റെ മേലെ, ഒരു പ്രിഫറൻസ് ഷെയറിന്റെ മേലെ 15 രൂപ അല്ലേ? ഫേസ് വാല്യൂവിന്റെ മേലെയാണ് പ്രിഫറൻസ് ഡിവിഡന്റ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോ 100ന്റെ മേലെ 15% 15 രൂപ. അപ്പൊ 15 ഇൻറ്റു നമ്പർ ഓഫ് പ്രിഫറൻസ് ഷെയർ ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ പ്രിഫറൻസ് ഡിവിഡന്റ് കിട്ടൂലേ? നമ്പർ ഓഫ് 15 രൂപയാണ് ഡിവിഡന്റ് പെർ ഷെയർ. ഒരു ഷെയർ ഉള്ളവന്, ഒരു പ്രിഫറൻസ് ഷെയർ ഉള്ളവന് 15 രൂപ കൊടുക്കും. പ്രിഫറൻസ് ഡിവിഡന്റ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ഫേസ് വാല്യൂ അല്ലേ? 100 രൂപയല്ലേ ഫേസ് വാല്യൂ അല്ലേ? അതിന്റെ 15% ഒരു ഷെയർ ഉള്ളവന് 15 രൂപയല്ലേ? ഒരു പ്രിഫറൻസ് ഷെയർ ഉള്ളവന് 15 രൂപ പ്രിഫറൻസ് ഡിവിഡന്റ് ആയിട്ട് കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? ഫേസ് വാല്യൂ പെർ ഷെയർ 100 രൂപ. ഫേസ് വാല്യൂവിന്റെ മേലെ പ്രിഫറൻസ് ഡിവിഡന്റ് കമ്പ്യൂട്ട് ചെയ്യണം 15%. അപ്പൊ ഒരു ഷെയർ ഉള്ളവന്, ഒരു പ്രിഫറൻസ് ഷെയർ ഉള്ളവന് 15 രൂപ. അപ്പൊ ടോട്ടൽ പ്രിഫറൻസ് ഡിവിഡന്റ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് ഷെയർ ചെയ്താൽ മതിയില്ലേ? ഇവിടെയും പ്രിഫറൻസ് ഷെയർസ് കാണാൻ വേണ്ടിയിട്ട്, പ്രിഫറൻസ് ഷെയർ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 1 lakh rupees ആവശ്യമുണ്ട് അല്ലേ? ഡിവൈഡഡ് ബൈ ഒരു ഷെയർ ഇഷ്യൂ ചെയ്താൽ, ഒരു പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്താൽ എത്ര രൂപ കിട്ടും? ഫേസ് വാല്യൂ എത്രയാ? 100. ഇഷ്യൂ പ്രൈസ് എത്രയാ? ഇഷ്യൂ പ്രൈസ് പ്രീമിയത്തിനല്ലേ? എങ്ങനെയാ പ്രീമിയം? എങ്ങനെയാ? 110% അല്ലേ പ്രീമിയം? 110% അല്ലേ? അപ്പൊ 100ന്റെ 110% എത്രയാ? 100 പ്ലസ് പ്രീമിയം 110% ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഷ്യൂ പ്രൈസ് 210. IP 210 ആണ്. പക്ഷെ 210 ഫുള്ള് കിട്ടുന്നുണ്ടോ? ഒരു ഷെയർ, ഒരു പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ, എന്ത് ഷെയർ? ഒരു പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് 210 ഫുള്ള് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം എന്താ? ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ട് 10 രൂപ. ബ്രോക്കറാശേ 10 രൂപ ഉണ്ട്. ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ 210 രൂപയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. ഒരു പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് 210 രൂപയ്ക്ക്. പക്ഷെ 210 രൂപ ഫുള്ള് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആയിട്ട് 10 രൂപ പോകും. ബാക്കിയാണ് നെറ്റ് പ്രൊസീഡ്സ് ആയിട്ട് കിട്ടുക. എത്രയാണ് ബാക്കി? 200. മനസ്സിലാവുന്നുണ്ടോ? പെർഫെക്റ്റ് അല്ലേ? പക്കയല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഐ റിപ്പീറ്റ്, നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ഫണ്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഇല്ലേ? ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിനാണ്. പക്ഷെ ഒരു ഷെയർ വിൽക്കുമ്പോൾ 210 രൂപ ഫുള്ള് കിട്ടുന്നില്ല. അതിൽ നിന്ന് ഫ്ലോട്ടേഷൻ കോസ്റ്റ് കുറച്ചിട്ട് ബാക്കി 200 രൂപയെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ കിട്ടാൻ വേണ്ടിയിട്ട്, ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിൽ 1 ലക്ഷം രൂപ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എത്ര ഷെയർ ഇഷ്യൂ ചെയ്യണം? ഡിവൈഡഡ് ബൈ NP. ഒരു ഷെയർ ഇഷ്യൂ ചെയ്താൽ കൈ കിട്ടുന്നത് 200 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ഷെയർ ഇഷ്യൂ ചെയ്യണം? 1 lakh ഡിവൈഡ് ബൈ 200. എത്ര ഷെയർ? 500 പ്രിഫറൻസ് ഷെയർ. 500 ഷെയർ ഇഷ്യൂ ചെയ്യണം. മനസ്സിലായില്ലേ? സംശയമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, പെർഫെക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ പ്രിഫറൻസ് ഡിവിഡന്റ് എങ്ങനെ കാണാം? ഓക്കെ, ടോട്ടൽ പ്രിഫറൻസ് ഡിവിഡന്റ് എങ്ങനെയാണ്? പ്രിഫറൻസ് ഡിവിഡന്റ് പെർ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? ഫേസ് വാല്യൂ 100 ആണ്. അതിന്റെ 15% 15 രൂപയാണ്. അപ്പൊ ടോട്ടൽ പ്രിഫറൻസ് ഡിവിഡന്റ് എന്ന് പറഞ്ഞാല് 15 ഇൻറ്റു എത്ര ഷെയർസ് ഉണ്ട്? എത്ര പ്രിഫറൻസ് ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്? 500 പ്രിഫറൻസ് ഷെയർ അല്ലേ? എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? പെർഫെക്റ്റ് അല്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. പ്രിഫറൻസ് ഷെയർ 500 അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 500 എത്ര വരും? 15 ഇൻറ്റു 500 7500 ആണ് പ്രിഫറൻസ് ഡിവിഡന്റ് ആയിട്ട് കൊടുക്കുന്നത്. പെർഫെക്റ്റ് അല്ലേ?
പ്രിഫറൻസ് ഡിവിഡന്റ് കണ്ടുപിടിച്ചത് മനസ്സിലായില്ലേ? അങ്ങനെയാണ് നിങ്ങൾ സാധാരണ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാ? 1,00,000 രൂപ ഫണ്ട് റേസ് ചെയ്തു, അതിന്റെ വില 15% ചെയ്യും. തെറ്റാ അല്ലേ? 15,000 വരാ ആൻസർ എത്തിയില്ലേ? അപ്പൊ ശ്രദ്ധിക്കണം, 1,00,000 രൂപ ഫണ്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ 1,00,000 രൂപയുടെ ഫണ്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? എത്ര ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്? ഒരു 500 ഷെയർ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. കാരണം എന്താ? ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിനാണ് 210 രൂപയ്ക്ക്. പക്ഷെ 210 രൂപ ഫുള്ള് കിട്ടുന്നുണ്ടോ? ഇല്ല. 10 രൂപ ബ്രോക്കറാജ് കൊടുത്തിട്ട് ബാക്കി എമൗണ്ട് കമ്പനിക്ക് കിട്ടുന്നത് 200 രൂപയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഷെയർ വിറ്റാൽ 200 രൂപ കിട്ടുന്നുണ്ട് കമ്പനിക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ഷെയർ വിൽക്കണം 1,00,000 രൂപ കിട്ടാൻ വേണ്ടിയിട്ട്? 1,00,000 ഡിവൈഡഡ് ബൈ 200 ഷെയർ ചെയ്ത നമുക്ക് 200 രൂപ ചെയ്ത 500 ഷെയർ കിട്ടും. 500 ഷെയർ ആണ് 1,00,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് കമ്പനി എന്ത് ചെയ്യുക? പ്രിഫറൻസ് ഷെയർ ആയിട്ട് റൈസ് ചെയ്യേണ്ടി വരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ പ്രിഫറൻസ് ഡിവിഡന്റ് 7,500 വരില്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? അങ്ങനെയാണ് നമുക്ക് ചെയ്തൂടെ? വർക്ക്ഔട്ട് ചെയ്തൂടെ? ഓക്കെ, പറഞ്ഞോളൂ കേട്ടോ. EBIT ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഓക്കെ, പ്ലാൻ എയും പ്ലാൻ ബിയും. EBIT മൈനസ് ഇൻട്രസ്റ്റ് എത്രയാ? 60,000 അല്ലേ? പറഞ്ഞോ, 60,000 പിന്നെ ഇൻറ്റു 1 മൈനസ് 0.25. ടാക്സ് റേറ്റ് എത്രയാ? 0.25 അല്ലേ? അതിനൊന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. എങ്ങനെ ഹെൽപ്പ് ചെയ്യാനല്ലേ? ഓക്കെ, 0.25. നിങ്ങൾ റെക്കോർഡിങ് കണ്ടോണ്ടിരിക്കല്ലേ? എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ? 6 മാർക്കിനാ ചോദിച്ചിരിക്കുന്നത്. ഭയങ്കര. ഓക്കെ, ഓക്കെ, 60,000 ആണ്. പിന്നെന്താ? പ്രിഫറൻസ് ഡിവിഡന്റ് അല്ലേ? ഓക്കെ, അല്ല, ടാക്സ് റേറ്റ് ആയിരുന്നു അല്ലെ? ടാക്സ് റേറ്റ് എത്രയാ? 25% അല്ലേ? യെസ്, 25% തന്നെയാണ്. 0.25 വരും. ഓക്കെ, മൈനസ് പ്രിഫറൻസ് ഡിവിഡന്റോ 0 ആണ്. ഡിവൈഡഡ് ബൈ ഇവിടെ നമ്പർ ഓഫ് ഷെയർസ് 20,000 അല്ലേ? സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? 20,000 ആണ് നമ്പർ ഓഫ് ഷെയർ. ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ഇവിടെ 20,000, ഇവിടെ 15,000. പ്ലാൻ എയിൽ 20,000, പ്ലാൻ ബിയിൽ 15,000 ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഈക്വൽ ടു EBIT മൈനസ് 60,000 ഇൻറ്റു 1 മൈനസ് 0.25 മൈനസ് 7,500. പ്രിഫറൻസ് ഡിവിഡന്റ് എത്രയാ? 7,500. ഇവിടെ ഉണ്ട് കേട്ടോ, കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. സംശയമൊന്നുമില്ലല്ലോ അല്ലേ? 15,000. ഇനി ചെയ്തോളൂ. ചെയ്തോ. വീഡിയോ പോസ് ചെയ്യുന്നിട്ട് ഒറ്റ ചെയ്യാൻ നോക്കാം. അല്ലാണ്ട് ഞാൻ പറയുന്നതും ഞാൻ നോക്കുന്നതും ഇങ്ങനെ ചെയ്യല്ല. എഴുതിയെടുക്കല്ല. ബുക്കിൽ അടിപൊളിയായിട്ട് അടക്കി ഒതുക്കി വെക്കാൻ വേണ്ടി എഴുതുന്നല്ല. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തു നോക്കും. വീഡിയോ പോസ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് ചെയ്തു നോക്കും. ഇത്രയും ഞാൻ പറഞ്ഞതല്ലേ? ബാക്കിയും കൂടി ചെയ്തോളൂ. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു? ഈ പൂജ്യങ്ങൾ അങ്ങോട്ട് ക്യാൻസൽ ചെയ്തു. പിന്നെ ഇത് മൈനസ് ചെയ്യുമ്പോ 1 മൈനസ് 0.25 0.75 ഇതും മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? ഇത് പോട്ടെ. എത്ര വരും? 0.75 EBIT മൈനസ് 45,000. യെസ്, ഡിവൈഡഡ് ബൈ 20. ഇവിടെയും സെയിം തന്നെയാണല്ലോ. 0.75 EBIT അല്ലേ? മൈനസ് 45,000 മൈനസ് എവിടെയോ ഒരു പ്രശ്നമില്ല. 7,500 തെറ്റാതിരുന്നാ മതിയായിരുന്നു. ഓക്കെ, അപ്പൊ 15. ഇനി എന്ത് ചെയ്യും? നമ്മൾ ഇനി എന്ത് ചെയ്യും മല്ലയ്യ? ഇതും പ്ലസ് ചെയ്യാം. ഇതും ഡയറക്ട്ലി പ്ലസ് ചെയ്തൂടെ? 45,000 പ്ലസ് 7,500 എത്ര വരും? 52,500 മൈനസ് 0.075 EBIT ഡിവൈഡഡ് ബൈ 15 ഈക്വൽ ടു 0.75 EBIT മൈനസ് 45,000 ഡിവൈഡഡ് ബൈ 20. ഇനി എന്ത് ചെയ്യണം? ഇത് ഇങ്ങോട്ട് പോകും, ഇത് ഇങ്ങോട്ട് പോകും. പൊക്കോളൂ. 15 ഇൻറ്റു 0.75 എത്ര വരും? 11.25 EBIT മൈനസ് 45,000 ഇൻറ്റു 15 എത്ര വരും? എന്റെ പൊന്നെ, വലിയ ഫിഗർ ആണല്ലോ കിട്ടുന്നത്. അതിനൊന്ന് ഹെൽപ്പ് ചെയ്യട്ടോ നിങ്ങളാ. എത്ര ഇടുന്നുണ്ട്? ഇവിടെ 15 കിട്ടുന്നുണ്ട്. 15 EBIT മൈനസ്
5,52,500 ഇൻറ്റു 20 എത്ര വരുന്നുണ്ട് ഇവിടെ? 10,50,000. ഓക്കെ, ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഇത് പോസിറ്റീവ് ആവും. കാരണം എന്താ? മൈനസും മൈനസും ചേർന്ന പോസിറ്റീവ് അല്ലേ? ഇത് പോസിറ്റീവ് അല്ലേ? ഇതൊക്കെ ശ്രദ്ധിക്കണം. എന്താ 45,000 മൈനസ് 7,500, മൈനസും മൈനസും ചേർന്ന പോസിറ്റീവ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 52,500 പോസിറ്റീവ് അല്ലല്ലോ, പോസിറ്റീവ് അല്ല, നെഗറ്റീവ് തന്നെയാണ്. ഓക്കെ, ഇവിടെ ഈ നെഗറ്റീവ് തന്നെയാണ്. മൈനസും മൈനസും ചേർന്ന പോസിറ്റീവ് ആണ്, ഫിഗർ നെഗറ്റീവ് തന്നെയാണ്. ഇനി എന്ത് ചെയ്യും? ഇങ്ങോട്ട് കൊണ്ടുപോകണം. ഇത് നെഗറ്റീവ് അങ്ങോട്ട് പോകുമ്പോ പോസിറ്റീവ് ആവും അല്ലേ? 11.25 EBIT മൈനസ് 15 ഇത് ഇങ്ങോട്ട് പോകുമ്പോ നെഗറ്റീവ് വരും അല്ലേ? 15 EBIT ഈക്വൽ ടു -1050,000 മൈനസ് 6,75,000. സോറി, പ്ലസ് വരും. ഇത് ഇങ്ങോട്ട് പോകുമ്പോ പ്ലസ് വരും അല്ലെ? പോസിറ്റീവ് ആണ്. കറക്റ്റ് അല്ലേ? ഇവിടെ മൈനസ് ഫിഗർ ആയിരുന്നല്ലോ, ഈ മൈനസ് അങ്ങോട്ട് പോകുമ്പോ പ്ലസ് ആവും. അപ്പൊ മൈനസ് 10,50,000 മൈനസ് 10,50,000 പ്ലസ് 6,75,000. ഇപ്പൊ കറക്റ്റ് അല്ലെ? 10,50,000 മൈനസ് 6,75,000, 3,75,000 ഈക്വൽ ടു ഇത് മൈനസ് ചെയ്യുമ്പോഴോ 11.25 മൈനസ് 15 എത്ര വരും? 3.75 EBIT. EBIT ഈക്വൽ ടു 3,75,000 ഡിവൈഡഡ് ബൈ 3.75 എത്ര വരും? 75,000 ഡിവൈഡ് ബൈ 3.75 എത്ര വരും? ഓക്കെ, 1 lakh വരും. ഓക്കെ, 1 lakh വരും. EBIT 1 lakh വരും. അതിന്റെ അർത്ഥം എന്താ? ഓപ്ഷൻ 1 അല്ലെങ്കിൽ പ്ലാൻ എ ഓപ്റ്റ് ചെയ്താലും പ്ലാൻ ബി ഓപ്റ്റ് ചെയ്താലും EBIT 1 lakh ആണെന്നുണ്ടെങ്കിൽ, EBIT ഇവിടെയും 1 lakh ആണെന്നുണ്ടെങ്കിൽ, EBIT കിട്ടുന്നത് 1 lakh ആണെന്നുണ്ടെങ്കിൽ പ്ലാൻ എ ഓപ്റ്റ് ചെയ്താലും പ്ലാൻ ബി ഓപ്റ്റ് ചെയ്താലും സെയിം EPS ആണെന്നല്ലേ പറയുന്നത്? EPS സെയിം ആവുന്നല്ലേ പറയുന്നത്? നമുക്കൊന്ന് പ്രൂവ് ചെയ്തും കൂടി നോക്കാം കേട്ടോ. പ്രൂവ് ചെയ്തും കൂടി നോക്കാം. EBIT ഇവിടെ ഇൻട്രസ്റ്റ് കുറയ്ക്കണം 60,000, ഇവിടെയും സെയിം ഇൻട്രസ്റ്റ് കുറയ്ക്കണം 60,000. കുറയ്ക്കുമ്പോൾ ഇവിടെ എത്ര വരും? EBT എത്ര വരും? 40,000. ഇവിടെയും EBT എത്ര വരും? സെയിം 40,000. പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് കുറയ്ക്കേണ്ടി വരും. ടാക്സ് എത്രയാണ്? 25% ടാക്സ് റേറ്റ്. 25% കേട്ടോ. 40,000 ഇൻറ്റു 25%, 10,000. ഇവിടെയും ടാക്സ് 10,000. കുറയ്ക്കുമ്പോ EAT ഇവിടെ എത്ര വരുന്നുണ്ട്? EAT ഇവിടെ എത്ര വരുന്നുണ്ട്? EAT സെയിം EAT അല്ലേ? 30,000. പക്ഷേ ഇവിടെ പ്രിഫറൻസ് ഡിവിഡന്റ് ഇല്ല. ഇവിടെ പ്രിഫറൻസ് ഡിവിഡന്റ് ഉണ്ട്. എത്രയാ? 7,500. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ EAS എത്ര വരും? ഇവിടെ EAS എത്ര വരും? ഇവിടെ 30,000 വരും. ഇവിടെയോ 30,000 മൈനസ് 7,500 എത്ര വരും? 22,500 വരും. 22,500. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് ഷെയർ എത്രയാണ്? നമ്പർ ഓഫ് ഷെയർ എത്രയാണ്? ഇവിടെ 20,000 ആയിരുന്നില്ലേ? ഇവിടെ നമ്പർ ഓഫ് ഷെയർ എത്രയാണ്? 15,000. EPS നോക്കിയേ, രണ്ടോടത്ത് EPS നോക്കിയേ, സെയിം ആണോ നോക്കിയേ? EPS 30,000 ഡിവൈഡ് ബൈ 20,000 എത്ര വരുന്നുണ്ട്? 1.5. 22,500 ഡിവൈഡ് ബൈ 15,000 എത്ര വരുന്നുണ്ട്? 1.5. ആൻസർ സെയിം EPS കിട്ടിയില്ലേ?
ഫിനാൻസ് ഇൻഡിഫറൻസ് പോയിന്റിന്റെ കോൺസെപ്റ്റ് എന്താണ്? ഫിനാൻസ് ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്ര EBIT കിട്ടിയാലാണ് പ്ലാൻ എ ഓപ്റ്റ് ചെയ്താലും പ്ലാൻ ബി ഓപ്റ്റ് ചെയ്താലും EPS സെയിം ആവുന്നതെന്ന്. 1 lakh EBIT ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പ്ലാൻ എ ഓപ്റ്റ് ചെയ്താലും പ്ലാൻ ബി ഓപ്റ്റ് ചെയ്താലും സെയിം ആയിരിക്കും. ഇനി 1 lakhനേക്കാൾ കുറവാണ് EBIT എന്നുണ്ടെങ്കിൽ പ്ലാൻ എ ആണ് നല്ലത്. 1 lakhനേക്കാൾ കൂടുതലാണ് ആക്ച്വലി EBIT എന്നുണ്ടെങ്കിൽ പ്ലാൻ ബി ആണ് നല്ലത്. 1 lakhനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ പ്ലാൻ എ, 1 lakhനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ പ്ലാൻ ബി. എന്താണ് നിങ്ങൾ എന്ത് ചെയ്തോളൂ, ചെയ്തു കിട്ടുള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. അപ്പൊ 1 lakh എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതാണ് ഇതിന്റെ ഫോർമുല. നമ്മൾ നമ്പർ ഇട്ടു. ഇവിടെ 45,000 മൈനസ് 7,500 ആണ്. മൈനസ് വരുമ്പോൾ പ്ലസ് വരും, ഫിഗർ മൈനസ് വരും. ആഡ് ചെയ്തതിന് ശേഷം മൈനസ് ഫിഗർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ കമ്പ്യൂട്ടേഷൻ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് വരും, ഈ ഫിഗർ കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു. ഫിനാൻസ് ബ്രേക്ക് ഇവൻ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇത് ഓക്കെ അല്ലേ? 1 lakh കിട്ടിയത് പെർഫെക്റ്റ് അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഫിനാൻസ് ഇൻഡിഫറൻസിനെ പറ്റിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോറി, ഫിനാൻസ് ഇൻഡിഫറൻസ് അല്ല, ഫിനാൻസ് ബ്രേക്ക് ഇവൻ. ഇവിടെ വേറെ ഇത് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഫിനാൻസ് ഇൻഡിഫറൻസ് പോയിന്റിനെ പറ്റി പറയുന്നുണ്ട്, ഫിനാൻസ് ബ്രേക്ക് ഇവൻ പോയിന്റിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. ഫിനാൻസ് ബ്രേക്ക് ഇവൻ പോയിന്റിനെ പറ്റിയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇൻഡിഫറൻസ് ഓക്കെ അല്ലേ? പക്കയല്ലേ? താങ്ക് യു.